നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പച്ചയ്ക്കെന്തോ തരികിട തോന്നി, അതുകൊണ്ടാണ് ഐക്യത്തിൽ നിന്ന് പിന്മാറിയതെന്ന് സുകുമാരൻ നായർ. വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നത് രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ആ കെണിയിൽ വീഴ്ത്താൻ നോക്കി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നോട്ട് വെച്ച ഐക്യനിർദ്ദേശം ആദ്യം സ്വാഗതം ചെയ്തിരുന്നു സുകുമാരൻ നായർ. എന്നാൽ പിന്നീട് കഴിഞ്ഞ ദിവസം നിലപാട് മാറ്റി. തുഷാർ വെള്ളാപ്പള്ളി സുകുമാരൻ നായരെ കാണാനിരുന്ന ദിവസത്തിന് തൊട്ടു തലേന്നാണ് പത്മഭൂഷൺ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. പത്മ അവാർഡ് പ്രഖ്യാപനത്തിൽ പെട്ടെന്ന് കലിക്കുകയായിരുന്നു സുകുമാരൻ നായർ. ഇതാ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നു. സുകുമാരൻ നായരുടെ കലിപ്പിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. വെള്ളാപ്പള്ളിക്കെതിരെ ചില വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്ന സന്ദർഭം. അപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് സുകുമാരൻ നായർ കളത്തിലിറങ്ങി. ഉടൻ തന്നെ സുകുമാരൻ നായരെ ഫോണിൽ വിളിച്ച് വെള്ളാപ്പള്ളി ഐക്യനിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഫോണിൽ സംസാരിച്ച സുകുമാരൻ നായർക്ക് അതിനുള്ളിലെ ചതിയൊന്നും പിടികിട്ടിയില്ല. നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. എന്നാൽ 3 ദിവസത്തിന് ശേഷം മകൻ തുഷാർ വെള്ളാപ്പള്ളിയെ പറഞ്ഞു വിടാമെന്നായി വെള്ളാപ്പള്ളി. അത് തൻ്റെ നിലവാരം തന്നെ ഇടിക്കുന്നതാണല്ലോ എന്ന് സുകുമാരൻ നായർ ഓർത്തു. സാക്ഷാൽ വെള്ളാപ്പള്ളിക്ക് പെരുന്നയിലേക്ക് ഒന്ന് കയറിയാൽ എന്താ, അത്ര തലക്കനം കൊള്ളില്ലല്ലോ. ഇവിടെയാണ് സുകുമാരൻ നായർ ചിലതൊക്കെ ഇപ്പോൾ തുറന്നു പറയുന്നത്. ആദ്യം ഐക്യനിർദ്ദേശം താൻ സ്വാഗതം ചെയ്തു എന്നത് സത്യമാണ്. എന്നാൽ ഞാൻ തന്നെ അത് വിശകലനം ചെയ്തപ്പോൾ അവർ BJPയുമായി ചേർന്ന് നടത്തുന്ന ഒരു നീക്കമായി തോന്നി. NSS എപ്പോഴും സമദൂരം പാലിക്കുന്നു, അത് തെറ്റിച്ചൊരു പോക്കുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഈ അഭിപ്രായം അറിയിക്കുകയും അവർ അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ അവിടെ ചില കളികൾ നടന്നുവെന്ന് വ്യക്തമാണ്. സുപ്രധാനമായി ഈ തീരുമാനം കൈക്കൊള്ളുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഗണേഷ് കുമാർ പങ്കെടുത്തിരുന്നില്ല. പക്ഷേ ഗണേഷ് കുമാർ തനിക്ക് സ്വാധീനമുള്ള ചിലരെ നേരത്തെ തന്നെ ബന്ധപ്പെട്ടു. വെള്ളാപ്പള്ളിയുമായുള്ള ഈ നീക്കുപോക്ക് ശരിയല്ല എന്നായിരുന്നു ഗണേഷ് കുമാറിൻ്റെ നിലപാട്. പലവട്ടം NSS ആസ്ഥാനത്തെത്തി സുകുമാരൻ നായരെ ഇക്കാര്യം ധരിപ്പിക്കുകയും ചെയ്തു. SNDPയും NSSും തമ്മിലുള്ള ഐക്യം തകർക്കുന്നതിൽ മുന്നിട്ട് നിന്നത് ഒരു LDF മന്ത്രി തന്നെ. അതാണിതിലെ വിചിത്രമായ വശം. NSSും SNDPയും കൈകോർത്ത് LDFന് പിന്തുണ നൽകുന്നുവെന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നേരത്തെ പ്രഖ്യാപിച്ചത്. എന്നാൽ പിണറായി വിജയനെ ചാരി LDFനെ ചാരി നേരെ BJPയിലേക്ക് തന്നെ കൊണ്ടുചെന്നെത്തിക്കാനുള്ള ഒരു രഹസ്യ പദ്ധതി വെള്ളാപ്പള്ളിയുടെ ഉള്ളിലുണ്ടായിരുന്നുവെന്ന തോന്നൽ തുടക്കം മുതൽ സുകുമാരൻ നായരിലുണ്ടായിരുന്നു. ഒടുവിൽ പത്മഭൂഷൺ കൂടി വെള്ളാപ്പള്ളിക്ക് സമ്മാനിച്ചപ്പോൾ അതുറപ്പിച്ചു, ചതി തന്നെ. അതുതന്നെയാണ് സുകുമാരൻ നായർ തുറന്നു പറയുന്നത്. ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളി തന്നെ നേരിട്ട് തന്നെ വന്ന് പെരുന്നയിൽ കണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ലേ. 2 പ്രബല ഹൈന്ദവ സംഘടനകൾ എന്ന നിലയിൽ ഈ ഐക്യനിർദ്ദേശം താൻ സ്വാഗതം ചെയ്തിരുന്നു. യോജിക്കാവുന്ന മേഖലകളിൽ യോജിക്കാമെന്നാണ് താൻ വെള്ളാപ്പള്ളിയോട് പറഞ്ഞത്. എന്നാൽ NSSന്റെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്ത ഒരു യോജിപ്പായിരിക്കും നല്ലത് എന്ന് താൻ അഭിപ്രായപ്പെട്ടിരുന്നു. 21-ാം തീയതി SNDP യോഗം ചേരുമെന്ന് വെള്ളാപ്പള്ളി അങ്ങനെ സുകുമാരൻ നായരെ അറിയിക്കുന്നു. 21-ന്റെ യോഗത്തിന് ശേഷം നമുക്ക് നേരിൽ സംസാരിക്കാമെന്നാണ് വെള്ളാപ്പള്ളി സുകുമാരൻ നായരോട് പറഞ്ഞത്. എന്നാൽ 21-ന്റെ യോഗം കഴിഞ്ഞ് വെള്ളാപ്പള്ളി സുകുമാരൻ നായരെ വിളിച്ച് മകൻ തുഷാറിനെ ചർച്ചയ്ക്ക് അയക്കുമെന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഇതാ വെള്ളാപ്പള്ളി നടേശന് കേന്ദ്രത്തിന്റെ പത്മഭൂഷൺ കൂടി ലഭിക്കുന്നു. ഇതിൽ പരം എന്ത് ചതിവാണ് സുകുമാരൻ നായർക്കിട്ട് കൊടുക്കേണ്ടത്? പത്മഭൂഷൺ അവാർഡിന് പിന്നിൽ തനിക്ക് ചില സംശയങ്ങളുണ്ട് എന്ന് സുകുമാരൻ നായർ ഇപ്പോൾ തുറന്നു പറയുന്നു. NDA പ്രമുഖൻ ചർച്ചയ്ക്ക് കൂടി വരുമ്പോൾ ഈ സംശയം ഉറപ്പിക്കുകയല്ലേ? പെട്ടെന്ന് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ പ്രഖ്യാപിക്കുന്നു. ഇതിൽ ചില തരികിട തനിക്ക് തോന്നി, ഞങ്ങൾ തീരുമാനമങ്ങ് മാറ്റി എന്ന് സുകുമാരൻ നായർ. ഇപ്പോഴിതാ സുകുമാരൻ നായർ പറയുന്നു, ഇനി മേലാൽ ഒരു പുനർവിചിന്തനവുമില്ല. SNDP യോഗം അടക്കമുള്ള എല്ലാ സമുദായ സംഘടനകളോടും നമുക്ക് സൗഹാർദ്ദമുണ്ടാകും, പക്ഷേ ഐക്യനീക്കം അതൊട്ടുമുണ്ടാകില്ല. സുകുമാരൻ നായർ പറയുന്നത് ഡയറക്ടർ ബോർഡിനെ താൻ വിവരമറിയിച്ചു, അവർ അംഗീകരിച്ചുവെന്ന്. എന്നാൽ ആദ്യ ദിന പത്രവാർത്തകൾ തികച്ചും വിഭിന്നമായിരുന്നു. ഡയറക്ടർ ബോർഡിലുള്ള പല അംഗങ്ങളും അവരുടെ അഭിപ്രായം തുറന്നു പറഞ്ഞു. NSSൽ പഴയതുപോലൊരു ഗ്രിപ്പ് ഇപ്പോൾ സാക്ഷാൽ പെരുന്നാപ്പോപ്പിനില്ല എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. മന്ത്രിയുടെ ചുമതലയുള്ളതുകൊണ്ടാണ് ഗണേഷ് കുമാർ യോഗത്തിനെത്താതിരുന്നത് എന്ന് സുകുമാരൻ നായർ വിശദീകരിക്കുന്നുണ്ട്. വെള്ളാപ്പള്ളിയുടെ പ്രതികരണവും പുറത്തു വന്നു. NSS ഐക്യനീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയത് രാഷ്ട്രീയ സമ്മർദ്ദത്തെ തുടർന്നാണ് എന്ന് വെള്ളാപ്പള്ളി പരിഹസിക്കുന്നു. ഐക്യത്തിൽ നിന്ന് പിന്മാറിയതിൻ്റെ പേരിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ തള്ളിപ്പറയാനില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതികരണം.
ഐക്യനീക്കം തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായിരുന്നുവെന്നും സുകുമാരൻ നായർ നിഷ്കളങ്കനാണെന്നും വെള്ളാപ്പള്ളി പറയുന്നു. സുകുമാരൻ നായരുടെ കൂടെയുള്ളവർ പറയുന്നതാണ് ഇപ്പോൾ സുകുമാരൻ നായർ കേൾക്കുന്നതെന്നൊക്കെ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. ചുരുക്കത്തിൽ NSSന്റെ നിയന്ത്രണം സുകുമാരൻ നായരുടെ കയ്യിലല്ല എന്ന് വ്യക്തമായി പറയുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. സുകുമാരൻ നായർ നിഷ്കളങ്കനാണ്, ഹിന്ദു ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്നൊക്കെ ഇപ്പോൾ വെള്ളാപ്പള്ളി പ്രവചിക്കുന്നു. ഈഴവരും നായന്മാരും സഹോദരന്മാരാണ്. ഐക്യത്തിൽ നിന്ന് പിന്നോട്ട് പോയതിൻ്റെ പേരിൽ നായർ സമുദായത്തെ ആരും തള്ളിപ്പറയരുത് എന്ന് വെള്ളാപ്പള്ളി SNDP അംഗങ്ങളോട് പറഞ്ഞു. സുകുമാരൻ നായർ കാണിച്ച വിശാല മനസ്ഥിതിക്ക് നന്ദി. ചേർത്തലയിൽ നടന്ന SN ട്രസ്റ്റ് പൊതുയോഗത്തിൽ സംസാരിക്കവെയാണ് വെള്ളാപ്പള്ളിയുടെ തന്ത്രപൂർവ്വമുള്ള മറുപടി. വെള്ളാപ്പള്ളി പറയുന്നത് നമുക്ക് എതിർപ്പാകെ ലീഗിനോട് മാത്രമാണ്, അതല്ലാതെ മുസ്ലിം മതത്തോടോ മുസ്ലിം സംഘടനകളോടോ അല്ല. ലീഗെല്ലാം കൊണ്ടുപോയി ഒന്നും ഈഴവന് കിട്ടിയില്ല എന്നാണ് വെള്ളാപ്പള്ളി തുറന്നടിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിയപ്പോൾ സമുദായത്തെ ആക്ഷേപിച്ചു. ലീഗ് കാണിച്ചത് വിഭാഗീയത, നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു, അത് ചൂണ്ടിക്കാണിച്ച് എന്നെ മുസ്ലിം വിരോധിയാക്കി. മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ ഞാൻ കയറിയപ്പോൾ പലരും കുറ്റപ്പെടുത്തി. എന്നാൽ എനിക്ക് പിന്തുണ നൽകിയത് സുകുമാരൻ നായരാണ് എന്ന് വെള്ളാപ്പള്ളി ഓർമ്മിക്കുന്നു. എൻ്റെ മകനെ അദ്ദേഹത്തിൻ്റെ മകനെ പോലെ അദ്ദേഹം സ്നേഹിക്കുമെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് മകനെ തന്നെ അങ്ങോട്ടേക്ക് അയക്കാമെന്ന് കരുതിയത്. അദ്ദേഹം നിഷ്കളങ്കനാണ് എന്ന് വെള്ളാപ്പള്ളി വീണ്ടും ആവർത്തിക്കുന്നു. NSSന്റെ ബോർഡ് യോഗം കൂടി ചില തീരുമാനങ്ങൾ എടുത്തു. സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അവിടെ എടുത്ത തീരുമാനം അറിയിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ചുരുക്കത്തിൽ NSS ഡയറക്ടർ ബോർഡിന് മേൽ സുകുമാരൻ നായർക്ക് ഒരു പിടിയുമില്ല. സുകുമാരൻ നായർ ഒരു ആലങ്കാരിക ജനറൽ സെക്രട്ടറി മാത്രമാണ് എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നു. ചില രാഷ്ട്രീയക്കാർ ചോര കുടിക്കാൻ നടക്കുന്നുണ്ട്. നായർ സഹോദരന്മാർ നമ്മുടെ സഹോദരന്മാരാണ്, നമ്മളെല്ലാം ഹിന്ദുക്കളാണ്. നമ്മുടെ ചോരയും വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ ഒന്ന്. ഐക്യം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കുമെന്ന് വെള്ളാപ്പള്ളിക്ക് ഇപ്പോഴും നല്ല പ്രതീക്ഷയുണ്ട്. ഇനി വെള്ളാപ്പള്ളിക്കുള്ള ഒരു മാസ് മറുപടി കൂടി സുകുമാരൻ നായർ തൊടുക്കുന്നു. പത്മഭൂഷൺ അവാർഡ് വെള്ളാപ്പള്ളിക്ക് കിട്ടിയതിൽ തനിക്ക് ആക്ഷേപമൊന്നുമില്ല. ഞാൻ വിചാരിച്ചാൽ നേരത്തെ തന്നെ എനിക്ക് പത്മഭൂഷൺ കിട്ടിയേനെ. എന്നാൽ അതിലൊന്നും ഒട്ടും താല്പര്യമുള്ള വ്യക്തിയല്ല താൻ. കിട്ടാത്ത മുന്തിരിക്ക പൊളിക്കും. പെരുന്നപ്പോപ്പിന് ഉള്ളിൽ കലി അടങ്ങുന്നില്ല എന്ന് വ്യക്തം. ആക്ഷേപമൊന്നുമില്ല എന്ന് പറയുമ്പോഴും പത്മഭൂഷൺ കൊണ്ടുപോയി കൊടുത്ത ഇടത്തെ പരിഹസിക്കുന്നുണ്ട് ഉള്ളിൽ സുകുമാരൻ നായർ. നല്ല പാർട്ടിക്കാണ് കൊണ്ടുപോയി പത്മഭൂഷൺ കൊടുത്തത്. നായന്മാരെ ഇനി നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറയാതെ പറയുകയാണ് സുകുമാരൻ നായർ BJPയോട്. എന്തായാലും പത്മഭൂഷന്റെ പിന്നിലെ രാഷ്ട്രീയ കളികൾ കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ചിരി വരും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.